കൂടുതൽ മുന്നോട്ടു പോകുന്നതിനു മുമ്പ് എനിക്ക് നിന്റെ പൂർണ്ണ ശ്രദ്ധ വേണം. എനിക്ക് വേണ്ടിയല്ല, നിന്റെ ഭാവിക്കു വേണ്ടി. കാരണം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിന്റെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിയേക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക. എന്നെ കൂടാതെയാണ് നീ എല്ലാം പടുത്തുയർത്താൻ ശ്രമിക്കുന്നതെങ്കിൽ അത് തകർന്നു വീണുകൊണ്ടേയിരിക്കും. നീ അധ്വാനിക്കുന്നുണ്ട്, നീ പരിശ്രമിക്കുന്നുണ്ട്. നിന്റെ പദ്ധതികൾക്കും സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കുമായി നിനക്കുള്ളതെല്ലാം നീ നൽകുന്നുണ്ട്. എന്നിട്ടും നീ വട്ടം ചുറ്റുകയാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? എത്ര ശ്രമിച്ചിട്ടും എന്തോ ഒന്ന് കുറവുള്ളതുപോലെ തോന്നുന്നില്ലേ? എന്റെ കുഞ്ഞേ, ഇതാണ് സത്യം. നീ ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളാണ്. പക്ഷേ നീ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. നിന്റെ സ്വപ്നങ്ങൾ നിർത്താനല്ല ഞാൻ പറയുന്നത്. നീ തോറ്റു പിന്മാറാനും ഞാൻ പറയുന്നില്ല. ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് ഇത്രമാത്രം: അതെല്ലാം എന്നെ ഏൽപ്പിക്കുക. നീ പടുത്തുയർത്തുന്നതിനു മുമ്പ് അത് എന്റെ അടുക്കൽ കൊണ്ടുവരിക. പ്രവർത്തിക്കുന്നതിനു മുമ്പ് എന്നോട് ചോദിക്കുക. തീരുമാനിക്കുന്നതിനു മുമ്പ് അത് എനിക്ക് സമർപ്പിക്കുക. നിന്റെ വഴികൾ പൂർണ്ണമായി എന്നെ ഏൽപ്പിക്കുമ്പോൾ വെറും വാക്കുകൾ കൊണ്ടല്ല, വിശ്വാസത്തോടെ ഞാൻ നിന്റെ പദ്ധതികളെ ഉറപ്പിക്കും. അത് വെറുമൊരു ഊഹമോ ആശയക്കുപ്പമോ ആയിരിക്കില്ല. നിന്റെ ഓരോ ചുവടും ലക്ഷ്യബോധത്തോടെ ഞാൻ നയിക്കും. ഇനിയിത് നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതില്ല. നിനക്കായി ഞാൻ ഇതിനകം ഒരുക്കിവെച്ചിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ നീ കഷ്ടപ്പെടേണ്ടതില്ല. പക്ഷേ നിനക്ക് വിട്ടുകൊടുക്കാൻ എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രമല്ല, എല്ലാം എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കണം. നിന്റെ ബിസിനസ് എന്റെ അടുക്കൽ കൊണ്ടുവരിക. നിന്റെ ബന്ധങ്ങൾ 12, നിന്റെ ജോലി, നിന്റെ വിളി, നിന്റെ കലണ്ടർ, നിന്റെ ആശങ്കകൾ എല്ലാം എന്റെ പാദങ്ങളിൽ വയ്ക്കുക. വൈകിയെന്ന് തോന്നിയ നിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ ജീവൻ നൽകുന്നത് നീ കാണുക. വ്യക്തമായി കേൾക്കുക. ഞാനിത് നിന്നിൽ നിന്ന് തട്ടിയെടുക്കുകയല്ല, മറിച്ച് നിന്റെ കൂടെ നിന്ന് ഇത് ചെയ്യുകയാണ്. നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ പരാജയമല്ല നിന്റെ ഭാവി, മറിച്ച് വിജയമാണ്. നിന്റെ പദ്ധതികൾ എന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ നീ തയ്യാറാണെങ്കിൽ, കർത്താവേ, ഞാൻ എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നുവെന്ന് കമന്റുകളിൽ രേഖപ്പെടുത്തുക. വിശ്വാസത്തിന്റെ ഈ യാത്രയിൽ നീ തനിച്ചാകേണ്ടതില്ല. എന്നെ വിശ്വസിക്കുന്ന മറ്റുള്ളവരോടൊപ്പം നിനക്ക് നടക്കാം. ഇത് നിന്റെ സ്വപ്നങ്ങളുടെ അവസാനമല്ല, മറിച്ച് എന്റെ ഇഷ്ടത്തിലും എന്റെ രീതിയിലും എന്റെ കൃത്യമായ സമയത്തിലും അത് വേരുപിടിക്കാൻ തുടങ്ങുന്ന നിമിഷമാണ്. ഇപ്പോൾ അതെന്നെ ഏൽപ്പിക്കുക. എന്നിട്ട് എന്നിൽ വിശ്വസിക്കുക. കാരണം നിനക്കുവേണ്ടി ഞാൻ ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ആമേൻ.